ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചിരിക്കാം, ഓർത്ത് ചിരിക്കാം എന്നുള്ള സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. അല്ല, ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ അവസാനത്തെ പാഠം നീർനാഗം എന്നുള്ള നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3rd ചാപ്റ്റർ നീർനാഗം. അപ്പോൾ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നതൊരു പഴഞ്ചൊല്ലാണ്. അപ്പോൾ അതുപോലെ എന്താണ്, നമുക്കൊരു കഥയാണ് ഇനി വായിക്കാൻ പോകുന്നത്. ആരെക്കുറിച്ചൊരു കഥയാണ് വെച്ചാൽ അവിടെ നീർക്കോലിയാണ് പ്രധാനമായ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. നീർക്കോലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ, വെള്ളത്തിൽ കാണുന്ന ഒരു ചെറിയ പാമ്പാണ് കേട്ടോ. അത് വിഷമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് നീർക്കോലിക്ക്. പക്ഷെ എന്നാലും എന്താ പറയുക, അത് കടിച്ചാലും അത്താഴം മുടങ്ങും. നേരത്തെ അത്താഴമൊക്കെ മുടങ്ങാൻ ശേഷിയുള്ള ഒരു പാമ്പാണ് നീർക്കോലി. പക്ഷെ വിഷമുള്ള പാമ്പല്ല നീർക്കോലി എന്ന് പറയുന്നത്. വെള്ളത്തിലാണ് ഇത് കാണുക കേട്ടോ. അപ്പൊ ആ പാമ്പാണ് ഈ കഥയിലെ പ്രധാനമായ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഇത് ആരെഴുതിയ കഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അല്ലേ. അപ്പൊ നമുക്ക് കഥ വായിക്കാം. കഥയുടെ പേരെന്താണ്? നീർനാഗം. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. എനിക്കെന്ന് പറയുന്നത് ആരെയാണ്? അവിടുത്തെ കഥാകൃത്ത് അല്ലേ. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു. ഇത് നടന്ന അതായത് ആ കഥാകൃത്തിന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് കേട്ടോ. ചെറുപ്പത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു. ബമ്പൻ എന്ന് വെച്ചാൽ വലിയൊരു, അതായത് നമ്മൾ വമ്പൻ എന്നൊക്കെ പറയില്ലേ, അതിനെ ഇവിടെ ബമ്പൻ എന്ന് പറയുന്നത് കേട്ടോ. ഏത് ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും. അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. അപ്പൊ ആ കുട്ടിക്ക്, അതായത് ഒരു എത്ര വയസ്സാണ്? 6-7 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താണ് ഇവിടെ പറയുന്നത്? കഥാകൃത്താണ് ആ കുട്ടി. അപ്പൊ അദ്ദേഹത്തിന് അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു ആഗ്രഹം? ആ പാമ്പ് പിടുത്തക്കാരനെ പോലെ എനിക്കും ആരാകണം? അദ്ദേഹത്തെ പോലെ വലിയൊരു പാമ്പ് പിടുത്തക്കാരനാകണം എന്നാണ് ആ സമയത്ത് നമ്മുടെ കഥാകൃത്തിന്റെ ആഗ്രഹം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ആ കുട്ടി ആരെ പിടിച്ചു? ഒരു നീർനാഗത്തെ പിടിച്ചു. ഒരു നീർനാഗം എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ നീർനാഗം എന്ന് പറയില്ല, നീർക്കോലി എന്നാണ് കേട്ടോ പറയുക. നീർനാഗത്തെ പിടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിന്റെ അത്ര വണ്ണം. തോട്ടിൽ ആമ്പലിന്റെ അടുത്ത് അങ്ങനെ തല നീട്ടിയിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി. എന്നിട്ട് വളരെ സാവധാനം അവന്റെ കഴുത്തിൽ വെച്ച് ചിനിക്ക് ഒരു വലി. അപ്പൊ എന്താ ഇവിടെ പറയണത്? ബമ്പൻ, നമ്മൾ അതിനർത്ഥം പറഞ്ഞു. ചിനിക്ക് പറഞ്ഞാൽ കുടുക്കിയിട്ട് ഒരു വലി വലിച്ചു അല്ലേ. അപ്പൊ ആരെയാണ് പിടിക്കാൻ പോകുന്നത്? നീർനാഗത്തെ, നീർക്കോലിയെ പിടിക്കാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ നീർക്കോലി ഇരിക്കുന്നുണ്ട്. തോട്ടിലാണ് പിടിക്കാൻ പോയത്. തോട്ടിന്റെ ആമ്പലിന്റെ അടുത്ത് ആരിയ്ക്കുന്നുണ്ടായിരുന്നു? നീർക്കോലി ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ വല്ല പരല് വെച്ച ഒരു മീനാണ് കേട്ടോ. വലിയ ചെറിയ വല്ല പരലും വന്നാൽ പിടിക്കാൻ വേണ്ടി നീർക്കോലി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കുട്ടി എന്ത് ചെയ്യണം? കുട്ടി എന്ത് ചെയ്തു? ഒരു ഈർക്കോലൊക്കെ എടുത്ത് അറ്റത്തൊരു കുടുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മുടെ നീർക്കോലിയെ കുടുക്കി പിടിച്ച് വലിച്ചു അല്ലേ. അതായത് കുടുക്കി, ആ കെണിയിൽ കുടുക്കി. ദാ നീർനാഗം ഈർക്കിലിന്റെ തുമ്പിൽ തൂങ്ങുന്നു. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറി ഇറങ്ങി. സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരും കുറഞ്ഞവരുമായ വളരെ ശിഷ്യന്മാരെയും ശിഷ്യഗണങ്ങളെയും സമ്പാദിച്ചു. അപ്പൊ വളരെ എന്താ പറയാ, ധൈര്യപൂർവ്വം ചെയ്തു എന്ന മട്ടില് നീർക്കോലിനെയൊക്കെ ഞാൻ കണ്ടോ, പാമ്പിനെയൊക്കെ ഞാൻ പിടിച്ചു എന്ന് ഗമയിൽ ആരാണ്? ആ നീർക്കോലിനും കൊണ്ട് എല്ലായിടത്തും കയറി ഇറങ്ങി. അങ്ങനെ ഒരുപാട് ആരെ കിട്ടി? ശിഷ്യന്മാരെയും ശിഷ്യഗണങ്ങളെയും ഒരുപാട് കിട്ടിയില്ലേ. അതായത് വലിയ കാര്യമായിട്ട്, അതായത് പാമ്പിനെയൊക്കെ നേരെ ഞാൻ പിടിച്ചു, അപ്പൊ ഞാൻ വലിയൊരു പാമ്പ് പിടുത്തക്കാരനായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഭയങ്കരമായിട്ട് പറഞ്ഞ് അങ്ങനെ എന്ത് ചെയ്യണം? കുട്ടി എന്താ ചെയ്യേണ്ടത്? കുറെ ശിഷ്യന്മാരെയൊക്കെ സംഘടിപ്പിച്ചു അല്ലേ. നേരം ഉച്ചയായി. വിശപ്പ് തോന്നി തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിൽ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. അതിന്റെ അടുത്തു തന്നെ 2-3 ചൂരൽ വടികൾ തിരുകിയിട്ടുണ്ട്. പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകൾ ഉണ്ടതിന്. വലുത് എന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എന്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. തടിക്കച്ചവടക്കാരനാണ് ബാപ്പ. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വറുക്കുകയോ ചെയ്യുകയാണ്. ഊണിൽ ലേശം താമസമുണ്ട്. ഞാൻ അയൽപക്കത്തു ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരു ശിഷ്യന്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു. അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി.
അപ്പൊ എന്താണ് ഉച്ച സമയമാണ്. അപ്പൊ കുട്ടി വിശന്നപ്പോൾ നമ്മുടെ കഥാകൃത്ത് വിശന്നപ്പോൾ എന്ത് ചെയ്യാണ്, നീർനാഗത്തെയും കൊണ്ട് വീട്ടിലേക്ക് പോയി അവിടെ വരാന്തയിലെ വിരിയുടെ ഇടയിലായിട്ട് നീർനാഗത്തെ എന്ത് ചെയ്തു, അങ്ങനെ തൂക്കിയിട്ടു. ഓക്കെ, അതിന്റെ അടുത്ത് എന്തുണ്ടായിരുന്നു എന്നാ പറയുന്നത്, ചൂരൽ വടികൾ ഉണ്ട് അല്ലെ. അതായത് സാധാരണ എന്തിനായിരിക്കും ചൂരൽ വടി, എന്തിനാ, അടിക്കാൻ തന്നെയാണ് അല്ലെ. ഇപ്പൊ അച്ഛൻ ബാപ്പ വാങ്ങിക്കൊണ്ടുവന്ന ചൂരൽ വടികളാണ് കേട്ടോ. എത്ര ചൂരൽ വടി ഉണ്ട്, 2-3 ചൂരൽ വടികളുണ്ട്. പ്രായം അനുസരിച്ചുള്ള മുഴുപ്പുണ്ടെന്ന് പറഞ്ഞാൽ പ്രായം അനുസരിച്ചുള്ള ഒരു കണക്ക് ആ ചൂരൽ വടികൾക്ക് ഉണ്ട്. അത്രയും ഒരു പഴക്കമുണ്ട് ആ ചൂരൽ വടികൾക്ക്. അപ്പൊ വലിയ ചൂരൽ വടി ആരടിക്കാനാണ്, നമ്മുടെ കഥാകൃത്തിനെ അടിക്കാനാണ് വലിയ ചൂരൽ വടി അല്ലെ. അങ്ങനെ എവിടെ നിന്നാണ് ആ ചൂരൽ വടികൾ വാങ്ങിയെന്നാ പറയുന്നത്, കുടയത്തൂർ മലയിൽ നിന്ന് ബാപ്പ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ബാപ്പയ്ക്ക് എന്താണ് ജോലി, തടിക്കച്ചവടക്കാരനാണ് കേട്ടോ ബാപ്പ. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു, അതായത് നമ്മുടെ കഥാകൃത്ത് എങ്ങോട്ടാണ് നേരെ പോയത്, അടുക്കള വശത്ത്. വിശപ്പല്ലേ, ഇപ്പൊ അടുക്കള വശത്തോട്ട് പോയി. അപ്പൊ അവിടെ ഉമ്മ എന്ത് ചെയ്യുക, ഉമ്മ താളിക്കുകയാണ് അല്ലെ, കറിയൊക്കെ ആയിട്ട് താളിക്കുക, കടുക് വറുക്കുക എന്തോ ചെയ്യുകയാണ്. അപ്പൊ മനസ്സിലായി കുറച്ച് നേരം ആവും, ഊണാവാൻ കുറച്ച് സമയം ആവും എന്ന് മനസ്സിലാക്കിയപ്പോ കുട്ടി വേഗം എന്ത് ചെയ്തു, കുട്ടിക്ക് കിട്ടിയ കുറെ ശിഷ്യഗണങ്ങൾ അല്ലെ, കുറെ ശിഷ്യർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് വർത്തമാനം പറയാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു ശിഷ്യന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, തേങ്ങാപ്പൂള് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്നൊരു പകുതി തേങ്ങാപ്പൂളും വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് എന്ത് സംഭവിച്ചത്, നമ്മുടെ കുട്ടിയുടെ ആര് വിളിച്ചു, ബാപ്പ വിളിക്കുകയാണ് അല്ലെ. എങ്ങനെ വിളിക്കുക, കഠോരമായ വിളി എന്ന് വെച്ചാൽ എന്താണ്, കഠോരം എന്ന് വെച്ചാൽ എന്താ, കടുപ്പമുള്ളത്, എന്തോ ദേഷ്യത്തിൽ വിളിക്കുകയാണ്. അത് മാത്രം മനസ്സിലായി കേട്ടോ. എടാന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിക്കുകയാണ്. ബാപ്പ വിളിച്ചു. അത് ആര് കേട്ടു, കുട്ടി കേട്ടു. ഓ എന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു, കാല് കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു. അല്ലാഹു അക്ബർ എന്ന് കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണമായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഉണ്ടായാൽ അത് വകവയ്ക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പേറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചൂരുന്നത്. അപ്പൊ എന്താ പറയണത്, അപ്പൊ എന്തോ ബാപ്പ വിളിച്ചു. കുട്ടി വിളി കേട്ടിട്ട് വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ എന്തോ സംഭവം എന്തോ നടന്ന് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പൊ ഉച്ച സമയമായിരുന്നു. അപ്പൊ ഉച്ച നമസ്കാരം ഉണ്ട്. അപ്പൊ ബാപ്പ നിസ്കാരപ്പായൊക്കെ വിരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കുട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന നീർനാഗം താഴെ വീണു. ആ താഴെ വീണപ്പോ ആ പാമ്പിനെ, അതായത് നീർക്കോലിനെ കണ്ടിട്ട്, നീർക്കോലി എങ്ങനെ അവിടെ വന്നെന്ന് അറിയില്ല, വെള്ളത്തിലുള്ള പാമ്പാണല്ലോ. അപ്പൊ ആ പാമ്പിനെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാപ്പ വിളിക്കണത് അല്ലേ. അപ്പൊ അത് മനസ്സിലായി, ആ കാര്യം മാത്രം മനസ്സിലായി. എടീ ബാപ്പ വിളിച്ചു. അപ്പൊ ഈ പാമ്പ് വീണത് നടന്ന സംഭവമാണ് കേട്ടോ ഇവിടെ പറയണത്. ബാപ്പ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നിസ്കരിച്ചു കഴിഞ്ഞു. അങ്ങനെ ബാപ്പ നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ബാപ്പ ആരെ വിളിക്കുകയാണ്, ഉമ്മയെ വിളിക്കുകയാണ് അല്ലെ. എടീ പറഞ്ഞിട്ട് ബാപ്പ വിളിച്ചു. അപ്പൊ എന്താണ്, ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണ് എടി അത്. അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ കുട്ടിയില്ല കേട്ടോ. അപ്പൊ എന്താണ് എടി അത്, ഒരു നീർക്കോലി കുഞ്ഞാണ്. എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാൻ എന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത്, ഞാൻ പെറ്റതാണോ? ഉമ്മ പെറ്റതല്ല. ആ നീർക്കോലി കുഞ്ഞിനെ, ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലി കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം. അപ്പൊ ബാപ്പ പാമ്പിനെ കണ്ടത് ആരെ വിളിക്കുക, ഉമ്മയെ വിളിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് ബാപ്പ ചോദിക്കണം, എന്താണ് ഇടയിൽ ചോദിച്ചാൽ ബാപ്പയ്ക്ക് നീർക്കോലിയാണെന്ന് മനസ്സിലാവാണ്ടല്ല, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന അർത്ഥത്തിലാണ് ബാപ്പ ഉമ്മയോട് ചോദിക്കുന്നത് കേട്ടോ, എന്താണിതെന്ന്. അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞു, അത് നീർക്കോലി കുഞ്ഞാണ് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ ബാപ്പയ്ക്ക് ദേഷ്യം എന്നിട്ട് പറയണല്ലേ, എന്നാ നീ കൊണ്ടുപോയിട്ട് മുല കൊടുത്ത് വളർത്തിക്കോ എന്ന് പറഞ്ഞാൽ, നീ കൊണ്ടുപോയിട്ട് കുഞ്ഞാണല്ലോ, അപ്പൊ നീ കൊണ്ടുപോയിട്ട് പാല് കൊടുത്ത് വളർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ ഉമ്മ എന്ത് ചെയ്യാ പറയണത്, അല്ല ഞാൻ പെറ്റതല്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലല്ലോ എന്ന് പറയാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് കഥാകൃത്ത് പറയണത്, ശരിയാണല്ലോ ഉമ്മ പറയണത്, നീർക്കോലി കുഞ്ഞിനെ ഉമ്മയുടെ കുഞ്ഞല്ലല്ലോ അത്. അപ്പൊ ഉമ്മ എന്തിനാണ് ആ കുഞ്ഞിന് പാൽ കൊടുത്ത് വളർത്തണം എന്ന് ഇവിടെ കഥാകൃത്ത് ചോദിക്കുകയാണ്. അപ്പൊ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഉമ്മയും ബാപ്പയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം തുടരുകയാണ്. പിന്നെ ഇത് എന്തിനാടി എന്ന് വീണ്ടും ഉമ്മയോടാണ് ബാപ്പ ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ഞാൻ എങ്ങനെ അറിയാനാണെന്ന് ഉമ്മ ചോദിച്ചു. ഇവിടെ ഇത് എങ്ങനെ വന്നെടി. അപ്പൊ അടുത്ത ചോദ്യം, ബാപ്പയ്ക്ക് എന്താണ് അത് സംഭവം എന്താന്ന് അറിയാണ്ടല്ല, ബാപ്പയുടെ ചോദ്യം എന്താ, ആ നീർക്കോലി എങ്ങനെ ഇവിടെ എത്തി എന്നാണ് ചോദ്യം ബാപ്പയുടെ. അപ്പൊ ഞാൻ എങ്ങനെ അറിയും, ഉമ്മ പറഞ്ഞു അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ എവിടെടി, അവിടെ എങ്ങാനും കാണും. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു. നീർനാഗം കിടന്ന് പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു. അപ്പൊ അങ്ങനെ എന്താണ് ബാപ്പ കുട്ടിയെ വിളിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് ഇവിടെ പറയണത്. ബാപ്പ ഉമ്മയോട് ചോദിക്കുന്നു അത് എന്താന്ന് ചോദിക്കുന്നു. ഉമ്മ പറഞ്ഞു അത് നീർക്കോലിയാണെന്ന് പറഞ്ഞു. അത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ചോദ്യത്തിനാണ് അവനായിരിക്കും, അതായത്
മകനായിരിക്കും എന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ ബാപ്പ എന്ത് ചെയ്യണം, കുട്ടിയെ വിളിക്കുകയാണല്ലേ, എടാ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ആ വിളി വന്നത്. അട്ടഹാസം ഉണ്ടായെന്ന് പറഞ്ഞാൽ അലർച്ച, അതായത് അത്രയും ഉറക്കെ വിളിക്കുകയാണ്. അവനെ വിളിച്ചു, ആ കുട്ടിയെ വിളിച്ചു. ഞാൻ സന്നിധിയിൽ ചെന്ന് വെച്ച വീട്ടിൽ ചെന്നു. ബാപ്പയുടെ അടുത്ത് ചെന്നു, സമീപം ചെന്നു. അപ്പൊ എന്താ കാണുന്നത്, ആ നീർക്കോലി പാമ്പ് എന്ത് ചെയ്യാ, നിലത്ത് വീണ് ഇങ്ങനെ പൊളയുകയാണ് അല്ലെ. അപ്പൊ ബാപ്പ ആ പാമ്പിനെ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തടാ ഇതെന്ന് ചോദിച്ചു. എന്തടാ ഇത്? ഞാൻ പറഞ്ഞു നീർനാഗം. ബാപ്പ ചിരിച്ചു. ഇപ്പൊ എന്താ പറയുക, സാധാരണ ആരും നീർക്കോലിനെ നീർനാഗം എന്നൊന്നും പറയില്ല കേട്ടോ. അപ്പൊ എന്താ പറയുക, ഇത് കേട്ടതും കുട്ടി എന്താ പറയണത്, എന്താ ഇത് ചോദിച്ചാൽ നീർനാഗൻ പറഞ്ഞ ബാപ്പ പെട്ടെന്ന് ബാപ്പയ്ക്ക് ചിരി വന്നു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലി കുഞ്ഞ് നീർനാഗം. ഉമ്മ പറഞ്ഞു പള്ളിക്കൂടത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പാവല്ലേ ഉമ്മ. അപ്പൊ ഉമ്മ എന്ത് വിചാരിച്ചു, നീർക്കോലിനെ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത് നീർനാഗം എന്നായിരിക്കും എന്ന് ഉമ്മ വിചാരിക്കുകയാണ് കേട്ടോ. പള്ളിക്കൂടം എന്ന് വെച്ചാൽ സ്കൂളിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് മോൻ അങ്ങനെ വിളിക്കുന്നത് എന്നാണ് ഉമ്മ എന്ത് ചെയ്യുന്നത് പറയണത്. എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു. തമിഴനാണ്. സാമാന്യം ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്ന് കളിപ്പിച്ചു. ഒരു 4 മണി ആയപ്പോൾ അദ്ദേഹം വെളിപ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ടരികിൽ വെച്ചിട്ടുറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു. അപ്പൊ ഈ നീർനാഗം എന്നുള്ള വാക്ക് എങ്ങനെയാണ് കുട്ടിക്ക് കിട്ടിയത് എന്നാണ് ഇവിടെ പറയണത്. അപ്പൊ എങ്ങനെ കിട്ടിയതാണ്, അവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പാമ്പ് കളിക്കാരൻ വന്നിരുന്നു. ഒരു തമിഴനായിട്ടുള്ള പാമ്പ് കളിക്കാരനാണ് കേട്ടോ. അപ്പൊ പാമ്പ് കളിക്കാരൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലേ, പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ഉണ്ടാവും. അതൊരു കൊട്ടയിലോ ചെറിയ അങ്ങനെ കൊട്ടകളിൽ പാമ്പ് ഉണ്ടാവും. 1, 2, 3 പാമ്പുകളൊക്കെ വെച്ചിട്ട് വരും. കൂടുതൽ തമിഴ് ആൾക്കാരായിരിക്കും. അവരിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ആൾക്കാർ കൂടുന്നിടത്ത് ആ പാമ്പുകളെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കും, അഭ്യാസങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അതുപോലെ പണ്ട് സാധാരണമായി വരുന്നൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ഇങ്ങനെയുള്ള പാമ്പ് കളിക്കാരൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, ഇതുപോലെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ മൂർഖൻ പാമ്പുകളും വെച്ചിട്ടാണ് ആ പാമ്പ് കളിക്കാരൻ തമിഴൻ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പണ്ട് അങ്ങനെയൊക്കെ വരുമായിരുന്നു കേട്ടോ. ഇപ്പോഴൊന്നും അങ്ങനെ വരാറില്ല, പണ്ട് ഉണ്ടായിരുന്നു, പണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചന്തകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു പരിപാടിയാണ്. പാമ്പുകളെ വെച്ചിട്ട് അങ്ങനെ തുറന്ന ഷോ അതായത് ആ പാമ്പുകൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ച് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അന്നത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് എന്ത് ചെയ്യാണ്, വെളിപ്പറമ്പ് എന്ന് വെച്ചാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പറമ്പ് കേട്ടോ. കൃഷിയോ ഒന്നും ചെയ്യാത്ത വെറുതെ കിടക്കുന്ന ഒരു പറമ്പില് ആ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചിട്ട് ഉറങ്ങി. പക്ഷെ ഉണർന്ന് നോക്കിയപ്പോഴേക്കും ആ പാമ്പുകളും കൊട്ടയൊക്കെ ആരോ കള്ളന്മാര് മോഷ്ടിച്ചു കൊണ്ടുപോയി കേട്ടോ. പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിടന്നത് 4 ദിവസം കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കുറെ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാമ്പുകളെയും ഒക്കെ അദ്ദേഹം തിരിച്ചു കിട്ടി. പക്ഷെ 4 ദിവസവും ഈ ഒരു പണി മാത്രമാണ് അദ്ദേഹം ആ പാമ്പ് കളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്ര ദിവസം പട്ടിണി കിടക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് പകരം കുറച്ച് പാമ്പുകളെ പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് 4-5 നീർക്കോലികളെയാണ്. അദ്ദേഹം അതിനെയെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു. പാരുങ്കോ നീർനാഗം എന്ന് ഉച്ചയെടുക്കാൻ തുടങ്ങി. ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത്. തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാൻ ഇവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ. എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ? അങ്ങനെ എന്താ സംഭവിച്ചത്, അങ്ങനെ ഈ പാമ്പ് കളിക്കാരനെ കുറെ ശ്രമിച്ചിട്ട് കിട്ടിയത് എന്തായിരുന്നു, 4-5 നീർക്കോലി കുട്ടികളെയാണ് കിട്ടിയത് അല്ലെ, നീർക്കോലികളെ കിട്ടിയത്. ഈ നീർക്കോലികളെ കൊണ്ടിട്ട് അയാൾ എന്ത് ചെയ്തു, ചന്തയിൽ കൊണ്ടുപോയിട്ട് പാരുങ്കോ നീർനാഗം എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങി അല്ലെ. അപ്പൊ ആളുകളൊക്കെ കണ്ട് ചിരിക്കും. പാരുങ്കോ തമിഴില് പാരുങ്കോ വെച്ച് നമ്മൾ മലയാളത്തിൽ നോക്കുന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ നീർനാഗം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്നാണ് കുട്ടിക്ക് എന്ത് കിട്ടിയത്, നീർനാഗം എന്നുള്ള വാക്ക് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞ ബാപ്പ സമ്മതിക്കുവോ? ഇല്ല അല്ലെ. അപ്പൊ എടാ, ബാപ്പ പറഞ്ഞു, ഇത് എന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാൻ മിണ്ടിയില്ല. ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽവടി കൊണ്ട് 1/4 ഡസൻ അടി എന്റെ തുടയിൽ വെച്ചു തന്നു. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, ഇടത്തരം. ബാപ്പ എന്നെ കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ച് തോട്ടിന്റെ അടുത്ത് ചെന്ന് ഞാൻ ആ കുരുക്കൂരി അതിനെ മോചിപ്പിച്ചു. ബാപ്പ പറഞ്ഞു, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. അപ്പൊ എന്താണ്, ബാപ്പ
കുട്ടീനെ കൊണ്ട് തന്നെ ആ പാമ്പിനെ എടുപ്പിച്ചിട്ട് തോട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ് അല്ലേ. പക്ഷെ അതിനു മുമ്പ് എന്ത് കൊടുത്തു? മറക്കാതെ അടി കൊടുത്തു. നല്ല അടി കിട്ടി കുട്ടിക്ക്, അതായത് നമ്മുടെ കഥാകൃത്തിന്. അങ്ങനെ കുറെ അടിയൊക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്? ആ പാമ്പിനെയും തൂക്കി കൊണ്ടുപോയി തോട്ടിൽ കൊണ്ടുപോയി വിട്ടു. എന്നിട്ട് ബാപ്പ പറയുന്ന കാര്യമാണ്, എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് അല്ലേ. അതായത് എല്ലാം തന്നെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അതിന് ഒരിക്കലും തന്നെ ഒരു കാരണം കൂടാതെ എന്താണ്? ഒരിക്കലും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. ഇപ്പൊ നീർക്കോലി ആണെങ്കിലും മനുഷ്യന്റെ പോലെ തന്നെ ഒരു ജീവനാണ് അല്ലേ. അപ്പൊ അതിനൊരു നമ്മളൊരു കാരണം കൂടാതെ ഒരു ജീവിയെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് ഒരു വലിയൊരു സന്ദേശമാണ്, വലിയൊരു കാര്യമാണ് അവിടെ എന്ത് പറഞ്ഞു കൊടുത്തത്? ബാപ്പ കഥാകൃത്തിന് പറഞ്ഞു കൊടുത്തത് അല്ലേ. അപ്പൊ ഇത് സർപ്പയജ്ഞം എന്നാണ് ഇവിടുത്തെ നമ്മുടെ സർപ്പയജ്ഞത്തിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ കഥാകൃത്തിന്റെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ കഥ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ചിരിച്ച് കഥ വായിച്ചല്ലോ, നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? അതാണ് ഇവിടെ പറയണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള, അതായത് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ചിരിപ്പിച്ച സന്ദർഭങ്ങൾ എന്തൊക്കെയാണോ അതിവിടെ എഴുതി ചേർക്കുക. മനസ്സിലായല്ലോ? അടുത്തത് കുസൃതി പതിപ്പാണ്. കുസൃതിത്തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം. നീർനാഗത്തെ പിടിച്ച ബഷീറിന്റെ അനുഭവം നമ്മൾ വായിച്ചു. ഇതുപോലെയുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും? അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ? ഉണ്ട് അല്ലെ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ. ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം. കുറിപ്പിന് ഇണങ്ങുന്ന പേര് നൽകാൻ മറക്കരുത്. എല്ലാവരും എഴുതിയ അനുഭവ കുറിപ്പുകൾ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാക്കണം. ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കാം. ഈ പതിപ്പിനും വേണം ഒരു രസികൻ പേര്. കുട്ടിക്കാലത്തെ ഒരു കുസൃതി അനുഭവം എഴുതിത്തരാൻ ടീച്ചറോടും പറയണം. അപ്പൊ നിങ്ങളുടെ കുസൃതി അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാനാണ് പറയണത്. അത് എഴുതി അതിനൊരു പേരും കൂടെ കൊടുക്കുക. അങ്ങനെ ക്ലാസ്സിൽ എല്ലാവരും എഴുതിയിട്ടുള്ള കുസൃതി അനുഭവങ്ങളൊക്കെ കളക്ട് ചെയ്തൊരു കുസൃതി പതിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ ടീച്ചർക്കും ഉണ്ടാവും അതുപോലെ കുസൃതി അനുഭവങ്ങളൊക്കെ ചെറുപ്പകാലത്തെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? അതുപോലെ എഴുതി കളക്ട് ചെയ്ത് ഒരു കുസൃതി പതിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പറയണത്. അപ്പൊ അതുപോലെ ഒരു കുട്ടി എഴുതിയിട്ടുള്ള ആ കുട്ടിയുടെ ഒരു കുസൃതി അനുഭവമാണ് ഇവിടെ പറയണത് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും പാടത്തിന് നടുവിൽ കൂടെയാണ്. 1 കിലോമീറ്റർ ദൂരം പാടമാണ്. പാഴയത്ത് വെള്ളം തീർപ്പിച്ചും കാറ്റത്ത് കൂട പറപ്പിച്ചും ഒഴുകി മറിയുന്ന തോട്ടിൽ കടലാസ് തോണിയിട്ട് ഒഴുക്കിനൊപ്പം വരമ്പത്ത് കൂടെ ഓടിയുമാണ് യാത്ര. ആരുടെ തോണിയാണ് ആദ്യം എത്തുക എന്ന് നോക്കാനാണ് തോട്ട് വരമ്പത്ത് കൂടെ എല്ലാം മറന്ന ഒരു ഓട്ടമാണ്. തോടിന് നടുവിൽ റോഡ് കടന്നു പോകുന്ന പാലം എത്തുമ്പോൾ തോണിയെല്ലാം ഒന്നിച്ച് അപ്പുറം ഒരു വീഴ്ചയാണ്. അതോടെ ഓട്ടം നിൽക്കും. പിന്നെ ചെളി തെറിപ്പിച്ച് കുത്തിമറിഞ്ഞ് ആകെ നനഞ്ഞും ചെളിയും പുരണ്ട് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ തല്ലും കിട്ടും. അതാണ്. അപ്പൊ അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യം കഥാപാത്ര പരിചയമാണ്. കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് എഴുതൂ. നീർനാഗം എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. നർമ്മബോധം, കൃത്യനിഷ്ഠ, സഹജീവി സ്നേഹം, ദൈവവിശ്വാസം, തെറ്റുകണ്ടാൽ കർശന നിലപാടെടുക്കുന്ന പ്രകൃതം, ഇങ്ങനെ ഒട്ടേറെ സ്വഭാവ സവിശേഷതകൾ ഇദ്ദേഹത്തിന് ഒത്തുചേർന്നിരിക്കുന്നു. ഉച്ച നമസ്കാരത്തിൽ വീട്ടിൽ വന്ന ബാപ്പ ബഷീർ പിടിച്ചുകൊണ്ടുവന്ന വിരിയുടെ ഇടയിൽ തൂക്കിയിട്ട നീർക്കോലി കുഞ്ഞ് നിലത്ത് കിടന്ന് പുളയുന്നത് കാണുന്നു. അദ്ദേഹം നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം ഈ കുരുത്തക്കേട് കാണിച്ച ബഷീറിനെ വിളിച്ചു വരുത്തി. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ചൂരൽ വടി കൊണ്ട് തുടയിൽ 3 അടിയും കൊടുത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന് താക്കീത് നൽകി നീർക്കോലിയെ പിടിച്ചിടത്ത് കൊണ്ടുവിടാൻ പറയുകയും ചെയ്യുന്നു. മകൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞ് അത് തിരുത്തുകയാണ് ബാപ്പ. മാത്രമല്ല അദ്ദേഹത്തിന് സഹജീവികളോടുള്ള സ്നേഹവും ഇവിടെ പ്രകടമാണ്. നീർക്കോലിയെ കണ്ടപ്പോൾ അത് ചെയ്തത് ആരാണെന്ന് ഉമ്മയോട് അന്വേഷിക്കുകയാണ് ബാപ്പ ആദ്യം ചെയ്തത്. അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ബാപ്പയുടെ നർമ്മബോധം പ്രകടമാണ്. കർക്കശക്കാരനും അതോടൊപ്പം സ്നേഹമുള്ളവനുമായ ഒരു പിതാവിനെയും ഇവിടെ കാണാം. നീർക്കോലിയെ കണ്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നീർനാഗം എന്ന ബഷീറിന്റെ മറുപടി കേട്ട് ബാപ്പ, ഇവിടെ ചന്ദ്രക്കല്ലില്ല, ബാപ്പ ചിരിക്കുന്നതും കഥയിലുണ്ട്. ഇങ്ങനെ കഥയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ. നെക്സ്റ്റ് ചോദ്യം, മിണി ബല്യലോകം.
ബഷീറിന്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും എടുത്തു വായിക്കൂ. അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങൾ പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ രസകരമായ കഥകൾ വായിച്ച് വായനക്കുറിപ്പ് തയ്യാറാക്കൂ. അപ്പൊ ഒരുപാട് കഥകൾ കിട്ടും കേട്ടോ. ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ വായനശാലകളിൽ നിന്നൊക്കെ ലഭിക്കും. അപ്പൊ തീർച്ചയായിട്ടും കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നല്ല ഒരുപാട് കഥകൾ ഉണ്ട്. അപ്പൊ വായിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന കഥകളാണ്. അപ്പൊ വായിച്ചിട്ട് ഒരു വായനക്കുറിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കഥ, അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആനവാരിയും പൊൻകുരിശും എന്നുള്ള കഥ നമുക്കൊന്ന് ചുരുക്കം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും കള്ളന്മാരാണ്. സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ അരങ്ങേറുന്നത്. രാമൻ നായരും തോമയും സാധാരണക്കാരായിരുന്നു. അവരുടെ ചില പ്രവൃത്തികളാണ് ആനവാരി, പൊൻകുരിശ് എന്നീ വിശേഷണങ്ങൾ അവർക്ക് നേടിക്കൊടുത്തത്. ദേഷ്യക്കാരനും സ്ത്രീ വിദ്വേഷിയും ഒക്കെയാണ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന രാമൻ നായർ പക്ഷെ ആരോടും അധികം ദേഷ്യപ്പെടാറില്ല. അയാളുടെ പ്രമാണിത്വത്തെ ചോദ്യം ചെയ്യുന്നത് പൊൻകുരിശ് തോമ മാത്രമാണ്. രാത്രിയുടെ മറവിൽ ചാണകം കട്ടുകൊണ്ടുപോകാൻ ഇറങ്ങിയ രാമൻ നായരും കൂട്ടരും ചാണകം എന്ന് കരുതി ഇരുട്ടിൽ തൂമ്പ കൊണ്ട് വാരിയെടുക്കാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെയാണ്. വേദനയെടുത്ത് ആന അമറിയപ്പോൾ എല്ലാവരും ഭയന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് രാമൻ നായർക്ക് ആനവാരി എന്ന പേര് വീണത്. പള്ളിയിലെ പൊൻകുരിശ് എങ്ങനെയും കട്ടെടുക്കണമെന്ന് ആലോചിച്ച് ഉറക്കമില്ലാതെ നടന്ന തോമയെ മറ്റൊരു കുറ്റത്തിന് പോലീസുകാർ പിടിച്ച് ജയിലിലടയ്ക്കുന്നു. രാത്രിയിലെ പാറാവുകാരനായ പളുങ്കൻ കൊച്ചുകുഞ്ഞിന് മോഷണ മുതൽ ഒരു ഭാഗം നൽകാമെന്ന് മോഹിപ്പിച്ച് തോമ ജയിലിൽ നിന്നും പുറത്തു കടക്കുന്നു. പ്രാരാബ്ധക്കാരനായ കൊച്ചുകുഞ്ഞ് തോമയെ തുറന്നുവിട്ട് ഭയന്നിരിപ്പായി. തോമ പള്ളിയിലെ പൊൻകുരിശ് മോഷ്ടിച്ചതിന്റെ ഒരു ഭാഗം കൊച്ചുകുഞ്ഞിന് നൽകി തിരികെ ജയിലിൽ കയറുന്നു. പള്ളിക്കുരിശ് മോഷണം പോയതറിഞ്ഞ് പോലീസുകാർ നാട്ടിലെ കള്ളന്മാരെയെല്ലാം ചോദ്യം ചെയ്തു. ആനവാരിയെയും എട്ടുകാലിയും മമ്മൂഞ്ഞിനെയും ഒക്കെ ഇൻസ്പെക്ടർ ദ്രോഹിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് തോമ സത്യം തുറന്നു പറയുന്നു. താനാണ് പള്ളിക്കുരിശ് മോഷ്ടിച്ചതെന്ന്. മരക്കുരിശിൽ കിടക്കുന്ന കർത്താവിന് പൊൻകുരിശ് ആവശ്യമില്ലല്ലോ എന്ന് കരുതിയാണ് താൻ മോഷ്ടിച്ചതെന്നായിരുന്നു തോമയുടെ മറുപടി. ഇങ്ങനെ തോമയ്ക്ക് പൊൻകുരിശ് തോമ എന്ന പേര് നാട്ടുകാർ ചാർത്തിക്കൊടുത്തു. അപ്പൊ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു കഥയായിരുന്നു അല്ലേ? അപ്പൊ കഥ വളരെ ചുരുക്കിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് കേട്ടോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ. അപ്പൊ അതൊക്കെ കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കുക. വായിച്ചിട്ട് വായനക്കുറിപ്പും കൂടെ തയ്യാറാക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് 3 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കാണുക, എല്ലാ ചാപ്റ്റേഴ്സും കാണുക, മിസ് ചെയ്യാതെ. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.